ജിനസേട്ടാ നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യണ്ടേ? ഇപ്പൊ ഫ്ലൈറ്റിലൊന്നും ബിസിനസ് ക്ലാസ് ഇല്ലല്ലോ, എന്താ ചെയ്യാ? ജിൻഡോ ചേട്ടനുള്ള ഇഷ്ടം പ്രണയമാണോ സഹോദര ബന്ധമാണോ? ഇതിന്റെ അകത്ത് ജാൻമണി പ്രാകുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, അത് ഉള്ളു തട്ടി ചെയ്യുന്നതാണോ? അത്രയും വലിയ ഫാമിലി ആയതുകൊണ്ടാണോ ഈ എക്കോണമിക് ക്ലാസ്സിലൊന്നും യാത്ര ചെയ്യാത്ത? അല്ല, കണ്ടൊരു കമന്റ് ആണ് ഈ ഇത് ഏത് ഭാഷയാണ് എന്ന് കേട്ടത് കണ്ടു ഞാൻ. കണ്ടായിരുന്നു. അതല്ല, ഞാൻ ജസ്റ്റ് 10% ഉള്ളൂ. 10ാം ക്ലാസ് പഠിത്തമേ ഉള്ളൂ. തുപ്പ് പറയില്ല, അത് മോശമല്ലേ? അത് മോശമായി. ശരിക്കും തുപ്പിയോ ജാൻമണി? അങ്ങനെ ചീപ്പ് തിങ്സ് ഞാൻ ചെയ്യില്ല. അതായത് ജാൻമണി പറയുന്ന ഒരു കള്ളത്തരം ലാലേട്ടൻ പൊളിക്കുക. അപ്പോൾ ജാൻമണി പറയുന്നില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ വീഡിയോ പ്ലേ ചെയ്യുന്നു. ഗബ്രി ജാസ്മിൻ അത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ? കോണ്ടന്റിന് വേണ്ടിയാണോ അവർ ചെയ്യുന്നേ? അത് അറിയാൻ പറ്റില്ല. ചിലപ്പോ അത് അർജു സീതും പ്രണയമാണോ? അത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടല്ലേ? അർജുൻ ഒരു 9 എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അത് കണ്ടായിരുന്നു. അല്ല, അവള് എന്താ വിചാരിക്കുന്നേ? ഇതിനൊരു നടപടി എന്തെടുക്കണം ബിഗ് ബോസ്? ജാസ്മിൻ ഫിസിക്കൽ അസൾട്ട് പുറത്താക്കണം. ഒബ്വിയസ്ലി ഇത് ഫിസിക്കൽ അസൾട്ട് ആണ്. ഡയറക്റ്റ് എവിക്ഷൻ, ബിക്കോസ് ദിസ് ഈസ് എ ഫിസിക്കൽ അസൾട്ട്. സീസണിൽ ഏറ്റവും കച്ചറയാണെന്ന് ജാൻമണിയോട് ചോദിച്ചു, ജാൻമണി ആരെ പറയും? ഒബ്വിയസ്ലി ഞാൻ ജസ്മിന്റെ പേരെ പറഞ്ഞു. ഈ പരിപാടി കണ്ടിട്ട് ഞാൻ പറയും. വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത്. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വലിയ തരികളാൽ സമ്പുഷ്ടമായത്, ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വെയിറ്റ് ലോസിന് ഒരു കാരണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്, വെറൈറ്റി മേഡ് ന്യൂ ചാറ്റ് ഷോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ മച്ചാനെ അത് കണ്ടറിയണം. അതുപോലെ തന്നെ തൻ്റെ സംസാര ശൈലി കൊണ്ട് എല്ലാ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരേ ഒരു വ്യക്തി സ്വാഗതം ചെയ്യാം, ജാൻമണി. ജിനസേട്ടാ ഹലോ. ഇനി ജാൻമണിയുമായിട്ടുള്ള ട്രാവലാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ പൊളിക്കും. എന്നാ അടിക്കുക വള മച്ചാനെ. ജാൻമണി നമസ്കാരം. നമസ്കാരം. ഈ നമസ്കാരം എൻ്റെ മാത്രമല്ല, എല്ലാ മലയാളി പ്രേക്ഷകരുടെ നമസ്കാരമാണ്. താങ്ക് യു. ഇത്രയും ജെനുവിനായിട്ട് ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഇല്ല. അത്രമേൽ ജെനുവിൻ ആയിരുന്നു. നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് ബിഗ് ബോസിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉള്ള ഫീലിംഗ് എന്തുവായിരുന്നു? വെരി സാഡ്. എനിക്ക് സത്യം പറഞ്ഞില്ലേ, ഇന്നലെ രാത്രി മുതൽ എനിക്ക് ഐ വാസ് ക്രൈങ്. എനിക്ക് ഭയങ്കര മിസ്സിങ് ആ വീട്. നമ്മള് അവിടെ വീട്ടിലുണ്ടെങ്കിൽ ഫൈറ്റിംഗ് എല്ലാം ഉണ്ടാവും. വീട്ടിലെ ഭയങ്കര ബിഗ് ഫൈറ്റ് ഇടിയടി ഉണ്ടാവും. ഒരു കലവായ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. പക്ഷെ കൂടെ ഉണ്ടായിട്ട് നമുക്ക്, കാരണം ഔട്ട്സൈഡ് മൊത്തം കാറ്റല്ലേ, നമുക്ക് വീട്ടിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്ന ആൾക്കാരുടെ കൂടെ ഓരോ അറ്റാച്ച്മെന്റ് ഓട്ടോമാറ്റിക്കലി അത് ഗ്രോത്ത് ആയി പോകും. ശരിക്കും വീടിനകത്ത് ചെന്നപ്പോഴാണോ ജാൻമണിക്ക് നല്ലൊരു കുടുംബം കിട്ടിയത്? ഒരുപാട് ഓടിക്കളിച്ച് തമാശകളൊക്കെ പറഞ്ഞ് അതാണ് അത്രമേൽ ഫീൽ ഉണ്ടായത്? അതെ, കാരണം എൻ്റെ ജീവിതത്തിലെ ഇവിടെ പറഞ്ഞിട്ട് എനിക്കൊരു 4-5 ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. രഞ്ജിനി ചേച്ചി, പിന്നെ എന്താ പറയുന്നത് ശശാങ്ക്, അവിനാശ്, ബ്രൻഡി. സോ നമ്മൾ 4 പേരെയാണ് അസാമിലെ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നത്. സോ നമ്മൾ 4 പേരെ, പിന്നെ എൻ്റെ സ്വന്തം ലൈക്ക് വീട് പറഞ്ഞില്ലേ ഒരു സഹോദരം ആയിട്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന ബബിനാണ്. ബബിൻ എൻ്റെ ഭയങ്കര എൻ്റെ മുട്ടുചേട്ടൻ്റെ പോലെ. സോ ഇത്രേ ഉള്ളൂ എൻ്റെ ലൈഫ്. അപ്പൊ ഈ ഒരു കുഞ്ഞു കുടുംബത്തിൽ നിന്ന് വലിയൊരു കുടുംബത്തിലോട്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷം. ബിക്കോസ് ഞാൻ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. 14 വർഷം ഒറ്റയ്ക്ക്. 14 വർഷം ഒറ്റയ്ക്ക് താമസിച്ച ജാൻമണി ഇത്ര ആളുകളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എന്തുവായിരുന്നു? ഭയങ്കര സന്തോഷം. എനിക്ക് പറയാൻ പറ്റില്ല, അത് എക്സ്പ്ലനേഷൻ എങ്ങനെ തരാൻ എനിക്ക് അറിയത്തില്ല. പക്ഷേ പെട്ടെന്ന് കുറെ ഫ്രണ്ട്സ് കിട്ടി. ജിൻഡു ചേട്ടൻ പറഞ്ഞില്ല ഹീസ് പെർഫെക്റ്റ് ബ്രദർ. പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് പറഞ്ഞില്ല ഭയങ്കര ക്ലോസ് ആയി. ഞാൻ അൻസിബ ഋഷിയുടെ കൂടെ ഭയങ്കര ക്ലോസ് ആയി. അതെൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ മേലെയാണ് അൻസിബ ഋഷിയും. പിന്നെ അങ്ങനെ അവിടെ കുറേ പേരെ പാർട്ടിസിപ്പൻറ്റ് വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു എല്ലാവരുടെയും കൂടി ഒരു സ്നേഹം, ഒരു ഫാമിലി, ഡിഫറെൻറ്റ് കാറ്റഗറീസിലെ ഡിഫറെൻറ്റ് ഫാമിലി. അപ്സരയുണ്ട്, സരണ്യ ഭയങ്കര എൻ്റെ ക്ലോസ് ആയി. ഈ പല സ്വഭാവക്കാർ കൂടുന്നതാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരുന്നോ? ഇല്ല,
അപ്പോൾ എൻ്റെ വേണ്ടി ഒരു കാര്യം എല്ലാവർക്കും ഉണ്ട്. ജാനു ഇവിടെ പാർട്ടിസിപ്പൻ്റ് അല്ല, ജാനു ഒരു ഫാമിലി മെമ്പർ. ആ കോമ്പറ്റീഷൻ അതിന് എൻ്റെ കൂടെ ആരോഗ്യ ഉണ്ടായിട്ടില്ല. ഇല്ല ഈ കാരണം ഗബ്രി ജസ്മിൻ ഉണ്ടെങ്കിലും ഒരു വാക്ക് പറഞ്ഞത് അത് ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടോ, ജാനുക്ക് പേടിയല്ല, ജാനുവിൻ്റെ കൂടെ നമ്മൾ സ്നേഹമുണ്ടോ. സോ ആ കോമ്പറ്റീഷൻ ഒരു ഫീൽ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിട്ടില്ല. സ്നേഹിച്ച ചങ്ക് പറിച്ച് ജാൻമണി കൊടുക്കും. അതെ അല്ലേ? അതെ. പക്ഷെ വെറുത്താ ശരിക്കും ജാൻമണി കാര്യം ചോദിച്ചോട്ടെ, അതിന്റെ അകത്ത് ജാൻമണി പ്രാകുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, അത് ഉള്ളു തട്ടി ചെയ്യുന്നതാണോ? അല്ല, അത് ദേഷ്യം വരും അപ്പം ചെയ്യുന്നതാണോ? അല്ല, ദേഷ്യം വരില്ല. അല്ല, എനിക്ക് ഭയങ്കര ഒരു കുറേ ടൈമും മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത ഒരു മനസ്സിൽ ആ പ്രാക്കുകൾ കാണിച്ചിരിക്കാൻ. പക്ഷെ അത് ഡിഫറെൻറ്റ് മൊമെൻറ്റ് ഡിഫറെൻറ്റ് കാര്യമാണ്. പക്ഷെ അത് മനസ്സിൽ പെട്ടെന്ന് ആയി പോകുന്ന ഒരു ഫീലിങ്സ് ആണ്. അത് ഇപ്പോൾ നോർമലി ഒരു നോർമൽ ഫാമിലിയിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അയ്യോ നശിച്ചു പോട്ടെ എങ്ങനെ പറയില്ല അല്ലേ. അത് നമ്മൾ ഒരു ട്രാൻസ്ജെൻഡർ മാത്രമല്ല, അത് ഞാൻ ജെനുവിനായിട്ട് എങ്ങനെയാണോ അത് ഞാൻ അവിടെ കാണിച്ചു. അതെ, എനിക്ക് ഉള്ളിലേക്ക് ഫീലിംഗ് ഹൈറ്റ് പിരിക്കാൻ എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന കുട്ടിയാണ്. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബ പറഞ്ഞിലെ ആസാമിലെ ബിഗ് ഫാമിലിയാണ്. ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, പിന്നെ മിനിസ്ട്രി ആയിക്കോട്ടെ. സോ നമുക്ക് ചെറിയ വയസ്സ് മുതൽ നമുക്കൊരു ഹൈഡ് ആൻഡ് സീക്ക് അല്ല. അതെ. സോ നമ്മൾ എപ്പോഴും ഓപ്പൺ ആപ്പാണ്, ജോയിൻറ്റ് ഫാമിലിയാണ്, ഓപ്പൺ ആണ്. എൻ്റെ ആയിക്കോട്ടെ, പിന്നെ അത് എൻ്റെ കച്ചറ സ്വഭാവം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അത്രയും വലിയ ഫാമിലി ആയതുകൊണ്ടാണോ ഈ എക്കോണമിക് ക്ലാസ്സിലൊന്നും യാത്ര ചെയ്യാതെ? അല്ല, ഇക്കോണമി ക്ലാസ് പറഞ്ഞ് എല്ലാ ആൾക്കാരും എനിക്ക് തെറ്റിദ്ധരിച്ച്. കാരണം അർജുന് രശ്മിന് ഒരു ഫൈറ്റ്, ജിൻറ്റു ചേട്ടൻ്റെ കൂടെ ഒരു ഫൈറ്റിംഗ് ഉണ്ടായി അല്ലേ. ആ ടൈമിൽ അതിന് മുന്നേ ഞാൻ ശരിയായിട്ട് പറയാം, അതിന് മുന്നേ നമ്മൾ ഒരു ദിവസം ആ ലഗേജ് നമുക്ക് കൊണ്ടുപോകുന്ന തുണി എല്ലാം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പോൾ ഭയങ്കര ഫ്ലൈറ്റിൽ നമുക്ക് ഭയങ്കര ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സോ അതാ ഞാൻ യമുന ചേച്ചി ഡിസ്കസ് ചെയ്തിട്ടിരിക്കുന്നത്. ചേച്ചി അറ്റ്ലീസ്റ്റ് 35 കിലോ നമുക്ക് പണ്ട് ബിസിനസ് ക്ലാസ് ഉണ്ടായി. സോ നമുക്ക് കുറച്ച് പൈസ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബിസിനസ് ക്ലാസ്സിലെ കൺവേർട്ട് ചെയ്യും. എക്സ്ട്രാ കൊടുത്താ എക്സ്ട്രാ ഒരു 5,000 6,000 തന്നിട്ടില്ലേ, ബിസിനസ് ക്ലാസ്സിലെ കൺവേർട്ട് ചെയ്യില്ല. എനിക്ക് 35 കിലോ നമുക്ക് കിട്ടും. പിന്നെ കയ്യിലേക്ക് നമുക്കൊരു 15 കിലോ കിട്ടും എക്സ്ട്രാ. സോ നമുക്കൊരു 45 കിലോ നമുക്ക് ഈസി ആയിട്ട് ട്രാവലിംഗ് ചെയ്യാൻ പറ്റും. ആ ഡിസ്കഷൻ ചെയ്യുന്ന ടൈമിൽ ഗബ്രി അവിടെ ഉണ്ടായി. സോ ഗബ്രി എനിക്ക് ചോദിച്ചു, ജാനു അങ്ങനെ ബിസിനസ് ക്ലാസ്സിൽ, ഞാൻ പറഞ്ഞ ഇപ്പോൾ ഫ്ലൈറ്റിൽ വിസ്താര മാത്രം നമുക്ക് ബിസിനസ് ക്ലാസ് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ടോ, ബാക്കി ഫ്ലൈറ്റിൽ ഇത് മൊത്തം മാറി. പണ്ട് എയർ ജെറ്റ് എയർവേസ് ഉണ്ടായില്ലേ, ബെസ്റ്റ്. സോ ഈ ഡിസ്കഷൻ അവിടെ ലൈക്ക് ജമുന ചേച്ചി ഒന്നാമത്തെ ടൈമിൽ അത് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ യമുന ചേച്ചി പോയി കണ്ട് ജിൻറ്റു ചേട്ടൻ്റെ ആ ചളികൾ ആ ഫൈറ്റിംഗ് കണ്ട്, ആ മുട്ട ചല്ലി പുറക്കാക്കി വേസ്റ്റ് പുറക്കാക്കി കളഞ്ഞ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വന്നത്. കാരണം നമ്മൾ വേസ്റ്റ് അല്ലേ, ആ വേസ്റ്റ് വന്നിട്ട് ഫ്ലോറിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതായത് അത്രയും വൃത്തിയാക്കിയിട്ട് ഒരു ഫ്ലോർ പിന്നെ അങ്ങ് റെസ്പിൻ കൊളവാക്കുന്നത്. ഓക്കെ, ജിൻറ്റു ചേട്ടനെ കൂടെ പണിഷ്മെന്റ് കിട്ടി. ആയിക്കോട്ടെ, ആളെ ചെയ്തിട്ട് ഒരു ആണല്ലേ, നമുക്ക് കുറച്ച് റെസ്പെക്ട് കൊടുത്തത് അതിന്റെ കുറിച്ച്. പക്ഷെ മറ്റാരാണെങ്കിലും ജാസ്മിൻ ഇടപെടുമെങ്കിലും ജിൻഡോ ആയപ്പം കുറച്ചുകൂടെ അങ്ങ് ഇടപെട്ടു അല്ലേ. അതെ, അത്രമേൽ ഇഷ്ടമാണ്. ഒബ്വിയസ്ലി ഹി ഈസ് മൈ ബ്രദർ. സോ അങ്ങനെ ഞാൻ കണ്ടിട്ട് ഞാൻ ആ വീക്കിൽ ഞാൻ ക്യാപ്റ്റൻ ആയതാ. കാരണം ഫ്ലോർ ടീം ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടോ. പിന്നെ ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര ഇക്കണോമിക് ക്ലാസ്സിലൊക്കെ ഇപ്പൊ അതാ കഴിഞ്ഞിട്ട് എനിക്ക് ദേഷ്യം തേർഡ് ക്ലാസ് ആൾക്കാർ പോലെ ഇങ്ങനെ ഇത് ചെയ്യില്ല. അന്ന് ഡയലോഗേ പറയുന്ന സമയത്ത് ചിന്തിച്ചിരുന്നു ഇത് ഔട്ട് ഇറങ്ങുമ്പോൾ ഇത്രയും അങ്ങ് കത്തുവന്ന്? അറിയില്ല, ഞാൻ വിശ്വസിച്ചാ കാണിക്കത്തില്ല. ശരിക്കും ജാൻമണി ചെയ്ത നല്ല കാര്യങ്ങൾ പോലും കാണിക്കാതിരുന്നിട്ടുണ്ടോ ബിഗ് ബോസിൽ? അത് കുറേ കാട്ടായിട്ടുണ്ടോ. എനിക്ക് ഞാൻ ഈ കൈ നോക്കൂ, എന്റെ ഫിംഗർ, ഇതെന്നെ പൊള്ളി ഇരിക്കുന്നത്. അത് അവിടെ കിച്ചണിൽ എന്റെ പൊള്ളി ഇപ്പാണ്. എങ്ങനെ ഇത് ആ 2 ദിവസം ഞാൻ ഈ 2 ഫിംഗർ ഉണ്ടോ എനിക്ക് അറിയത്തില്ല. അത്ര മരവിപ്പായിരുന്നു, അത്ര വരുന്ന. ഞാൻ പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മെഡിസിൻ തയ്ച്ചിട്ട് കവറാക്കിയിട്ട് ആ ഫിംഗറിൽ ഞാൻ കുക്കിംഗ് ചെയ്ത് അങ്ങനെ ഞാൻ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണിച്ചിട്ടില്ല. അത് അല്ല, കുറെ കാണിച്ചിട്ടുണ്ടോ ചിലപ്പോൾ, എനിക്ക് ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡ്, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഈ ബിസിനസ് ക്ലാസ് ജാൻമണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുമ്പം തന്നെ ആളുകൾ ബിസിനസ് ക്ലാസ് മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്തൊന്ന് പറയാം ക്യാമറ. ബിസിനസ് ക്ലാസ് പറഞ്ഞില്ലേ നമ്മള് ഡയലോഗ് ഇപ്പം കേട്ടോണേ പ്ലീസ്.
സോ അതാണ് എനിക്ക് ദേഷ്യം വന്നേ. അത് ദേഷ്യമാണ്, ഇത് ഫണ്ണായിട്ട് പറയാം. അത് എനിക്ക് പിന്നെ ഞാൻ ക്യാപ്റ്റൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ജോൺ ക്ലാസ്സിൽ ഞാൻ പിന്നെ ചെയ്ത കാര്യങ്ങളും അങ്ങനെയല്ലേ. ദാറ്റ് ഈസ് ദ റീസൺ ഐ സെഡ് ഐ ട്രാവൽ ബിസിനസ് ക്ലാസ് ഫ്രം 2006. അതുള്ള കാര്യല്ലേ. അതെ, അപ്പൊ ആ ഡയലോഗ് ഒന്ന് ഫണ്ണായിട്ട് അന്ന് ജാൻമണി ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഇന്ന് ജാൻമണി ആ ഡയലോഗ് ഫണ്ണാക്കി പറഞ്ഞു. നമുക്കൊന്ന് കാണാം. നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യണ്ടേ? ഇപ്പൊ ഫ്ലൈറ്റിൽ ഒന്നും ബിസിനസ് ക്ലാസ് ഇല്ലല്ലോ, എന്താ ചെയ്യാ? സോ ആ ടൈമിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ ദേഷ്യം കൂടി. കാരണം എൻ്റെ പേഴ്സണലി എനിക്ക് ഒരു കാര്യമുണ്ടോ, നമ്മളുടെ വീട്ടില് പഠിച്ചിട്ട് ആണുങ്ങള് ചൂല് വെച്ചിട്ട് ജാറു ചെയ്യില്ല. അതായത് ആണുങ്ങൾ തൂക്കത്തില്ല. അത് ചെയ്യുന്നത് പെണ്ണുങ്ങളാ. അതാണ് നമ്മൾ ചെറിയ വയസ്സ് മുതൽ പഠിച്ച് നമ്മളുടെ വീട്ടിൽ ആണെങ്കിൽ ചാരു സാരി പിന്നെ പാത്രം വാഷ് ചെയ്യില്ല. സോ അതാ എന്റെ മുന്നേ ചെയ്യല്. കുട്ടിക്കാലം മുതലേ ജാൻമണി പഠിച്ചതാ. അതേ എനിക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. പിന്നെ ജിൻറ്റു ഞാൻ ജാഡു ചെയ്തല്ലേ. എനിക്ക് എത്ര നമ്മൾ പെണ്ണുങ്ങളെ ഉണ്ടോ അല്ലേ. അത് ഞാൻ ഡിസ്ക്രിമിനേഷൻ അല്ല, പക്ഷെ നമ്മളുടെ സ്വന്തം കൾച്ചറാണ്, നമ്മൾ അസമീസ് ആണ്. സോ നമ്മളുടെ വീട്ടിലെ ഇപ്പൊ അച്ഛൻ അനിയൻ ആരോ എണീറ്റിന് മുന്നേ നമ്മൾ തൂക്കും, വെള്ളം തയ്ക്കും. അത് ജാൻമണി പഠിച്ചു വന്നൊരു ശീലമല്ലേ. അതെ. ബിഗ് ബോസില് ജാൻമണിയെ നിങ്ങൾ ചിലപ്പം കണ്ടത് ഭയങ്കര ക്രൂര ഹൃദയത്തിൽ കട്ട കലിപ്പ്, പക്ഷെ സംസാരിക്കുമ്പോൾ ഇത്രമേൽ ജെനുവിൻ കേട്ടോ. ഭയങ്കര നമ്മളെങ്ങനെയാണോ അതുപോലെയാണ് മച്ചാനെ. പക്ഷേ ഒരു കലാകാരി കേട്ടോ. പാട്ടെന്നൊക്കെ പറഞ്ഞ പച്ച മലയാളത്തിൽ പാടും. ജിൻഡോ ചേട്ടന് വേണ്ടിയും നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയും ജാൻമണിയുടെ ഒരു അടിപൊളി പാട്ട്. ഒരു കഴി ഓക്കെ. താരും തളിരും മിഴിപ്പൂത്തിൽ താരെ ശാമംബരത്തിൽ നിരമായി. അത്ര ലൈൻ എനിക്കറിയില്ല. എന്നാ വേറെ ഒരു പാട്ട്. ഓക്കെ. മറ്റേ ഒരു പാട്ട് പണ്ട് പാടി വൈറലായില്ലായിരുന്നോ? നല്ല രസം. രാജഹംസമേ പാട്ട് നമുക്ക് കേൾക്കാം. രാജഹംസമേ മരവിൽ കുതിലിൽ സ്നേഹദൂരുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിന്തുമോ ഇവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. ഓ അടിപൊളി കേട്ടോ. ആ സ്നേഹ ഗായകൻ വേറെ ആരുമല്ല, ജിൻഡോ ചേട്ടൻ. സത്യം ജിൻഡോ ചേട്ടന്റെ പോലെ ഞാൻ ജിൻഡോ ചേട്ടനുള്ള ഇഷ്ടം പ്രണയമാണോ സഹോദര ബന്ധമാണോ? സഹോദര ബന്ധം. കാരണം ജിൻഡോ ചേട്ടൻ ഒരു കറക്റ്റ് അവന് ബ്രദർ ഒരു അനിയത്തിക്ക് ഏത് രീതിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ എത്ര ചെയ്താൽ പറഞ്ഞ ബ്രദർ ആ സാറില്ല മോലെ. യമുന ചേച്ചി ഒരു ദിവസം പറഞ്ഞു എൻ്റെ ടാസ്കിൽ ജിൻഡോ ചേട്ടൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലേക്ക് ഉണ്ട്, ഞാൻ ഔട്ടായി പോയി, ഓടിക്കാൻ പറ്റില്ലത്തെ. പിന്നെ ജിൻഡോ ചേട്ടന് ഞാൻ പറഞ്ഞു ജിൻഡോ ചേട്ടൻ ഞാൻ ഔട്ടായി പോയി. യമുന ചേച്ചി പറഞ്ഞു ഈ ഫോട്ടോ ഇപ്പോൾ ജാനുവിൻ്റെ കയ്യിലത്തെ ഇല്ലെങ്കിൽ ഇവിടെ അവിടെ മാറണം വീഡിയോ ഉണ്ടാവണം പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ജിൻഡോ ചേട്ടാ സോറി കേട്ടോ ഞാൻ ഔട്ടായി പോയി. ജിൻഡോ ചേട്ടൻ്റെ കയ്യിലേക്ക് എൻ്റെ ഫോട്ടോ ഉണ്ടായി, നമ്മൾ രണ്ടുപേരും ഔട്ടായി. സാറില്ല മോലെ കുഴപ്പമില്ല. ഒരു സഹോദരി എങ്ങനെ നോക്കുന്ന ജിൻഡോയ്ക്ക് അറിയാം, നന്നായിട്ട് അറിയാം. ഐ എം വെരി ലക്കി. ജാൻമണി ഇത്രമേൽ സിഗരറ്റിന് അഡിക്റ്റ് ആവാനുള്ള കാരണം എന്തുവാ? അത്ര 5 സിഗരറ്റ് മാത്രം ഒരു ദിവസം നമുക്ക്. അല്ല നമ്മൾ വീട്ടിലിപ്പോ ഒറ്റയ്ക്ക് താമസിച്ച് ഞാൻ ഡ്രിങ്ക് ഒന്നും ചെയ്യില്ല, വെള്ളവടി ഒന്നുമില്ല, ഓൺലി സിഗരറ്റ്. അത് എന്നെ പഠിച്ചത് തന്നെ എൻ്റെ അനിയൻ, സ്വന്തം അനിയൻ. അത് നല്ലൊരു കാര്യം. പിന്നെ അവനൊക്കെ ഞാൻ ബിഗ് ബോസിൽ പോകുന്ന ടൈമിൽ ചോദിച്ചിരുന്നു. അപ്പോൾ 24/7 കാണിക്കുന്നത്, കാരണം വീട്ടിലെ അമ്മ അച്ഛനൊക്കെ അറിയില്ല നമ്മളെ രണ്ടുപേരും സിഗരറ്റ് പള്ളിയാണ്. ഞാൻ പറഞ്ഞ ജസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് മാത്രം കാണിച്ചു കൊടുത്തേ, ബാക്കി 24/7 നീ നോക്കൂ. അതിനാണ് എന്താ പറയുക, നമ്മൾ എൻ്റെ വീട്ടിലെ ഇപ്പോൾ അമ്മ രണ്ടാമത്തെ അനിയൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. കാരണം എൻ്റെ അച്ഛൻ NC ഹില്ലാണ്, റെയിൽവേയിൽ ജോലി. ഇപ്പൊ ആ വീഡിയോയിലെ കണ്ടല്ലേ വിഷുവിസില്. അതെ, ചെറിയ ഫാമിലി അല്ല ജാൻമണിയുടെ. അതെ, ഈ എക്കണോമിക് അല്ലാത്ത ഫ്ലൈറ്റിൽ കയറാനുള്ള എല്ലാം അങ്ങനെ ഒന്നുമില്ല. ഞാൻ തിരിച്ചു വന്ന ടൈമിൽ ഞാൻ ലാസ്റ്റിൽ എൻ്റെ സീറ്റ്
ട്രാവലിങ്ങിലല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു സ്ഥലത്തിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഇപ്പം ഞാൻ വേറെ രീതിയിലൊക്കെ പറയാൻ പറ്റില്ലാത്തതാണ് ഞാൻ ആ ബിസിനസ് ക്ലാസ് ഇക്കോണമിക് ക്ലാസ്സിന് ആ കാര്യം പറഞ്ഞത്. കാരണം ഇപ്പം മുട്ട ചൊല്ലിച്ചലികൾ പോട്ടൊക്കെ വന്നിട്ട് കലന ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി വെരി ബാഡ്. നമ്മളെ വീട്ടിലെ സ്വന്തം കിച്ചൻ്റെ നമ്മൾ വീട്ടിൽ എന്താണോ ചെയ്ത് അതുപോലെ ചെയ്യും. പക്ഷേ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ സിഗരറ്റ് വലി കോംബോ ജിൻഡോ ആൻഡ് ജാൻമണി അത്രമേൽ വേറെ ആരും ഇല്ലായിരുന്നു. അതെങ്ങനെ ആ കോമ്പിനേഷൻ കിട്ടിയത്? അല്ല, ഉണ്ടായി. ഫസ്റ്റ് സുരേഷ് സാർ, മുട്ട സുരേഷ് സാറ്, റോക്കി ഭായി, ഞാനും ജിൻഡു ചേട്ടൻ, നമ്മൾ 4 പേരൊക്കെ സിഗരറ്റ്. ആൾക്കാർ കുറഞ്ഞു വന്നപ്പോൾ ലാസ്റ്റ് ജാൻമണിയായി. സോ നമുക്ക് പിന്നെ ജിൻഡു ചേട്ടന് നമ്മള് എന്താ പറയുക, ഒരു കണക്ഷൻ ഉണ്ടോ, വിശ്വാസമുണ്ടോ. പിന്നെ നമ്മൾ 2 പേര്, ഞാൻ ജിൻഡു ചേട്ടനിക്ക് ആ വീട്ടില് പിടിക്കുന്നുണ്ടെങ്കിൽ മീൻസ് ജിൻഡു ചേട്ടനിക്ക് ഓരോ ആളിന്റെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മാത്രം കേൾക്കും. ഈ ലാലേട്ടൻ ജിൻഡോടൻ ജാൻമണിയുടെ സിഗരറ്റ് കട്ട് ചെയ്യാൻ കാരണം എന്തുവാ? ആ ജിൻഡു ഞാൻ പറഞ്ഞ ആൾക്ക് ഞാൻ പറഞ്ഞ സിഗരറ്റ് വെച്ചിട്ട് ജിൻഡു ചേട്ടന് സൂര്യ നമസ്കാരം ശരി, ഞാൻ കുറെ ഞാൻ പറഞ്ഞ ജിൻഡു ചേട്ടൻ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തരാത്തോ. അതല്ല മോളെ, അവിടെ തീരി കട്ടിച്ചിട്ട് പാട്ടിക്കുന്നല്ലേ ഇപ്പൊ ആ കയ്യിലേക്ക് എന്തെങ്കിലും. ഞാൻ പറഞ്ഞ തീരി ആ സിഗരറ്റിൽ എന്റെ വ്യത്യാസം ഉണ്ടോ? അത് കൈക്കോട്ടെ, കുഴപ്പമില്ല പാട്ടിക്കുന്നത്. ഞാൻ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ലാളിതൻ വന്നിട്ട് ചോദിച്ചു. ഞാൻ അപ്പട്ടെ അതിന് തന്നെ ഒരു വീഡിയോ ഉണ്ടോ, എന്താ പറയുക, ഞാൻ കേരള സാരിയിലെ ജിൻഡു ചേട്ടൻ കുറെ ചീത്ത പറയുന്നല്ലേ, നിങ്ങൾ ചെയ്ത് തെറ്റുകൾ നിങ്ങൾക്ക് പണി കിട്ടിയിട്ട് കഴിഞ്ഞിട്ട് കാണാൻ എന്റെ മുന്നേ വരണ്ട, ഇതാണ് കാര്യം. വന്നിട്ട് മോലെ വാ, ബ്ലൈൻഡ് ഡോറ് ക്ലോസ് ആരാ നോക്കില്ല, ജാൻ മോലെ വാ സിഗരറ്റ് വിളിക്കാം. നമ്മുടെ ജിൻഡു ചേട്ടാ ഡോറ് ക്ലോസ് തന്നെ ഫസ്റ്റ് അത് ഓപ്പൺ ചെയ്യുന്ന പറ. പിന്നെ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജിൻഡു ചേട്ടാ എപ്പോഴും ഫ്രണ്ടിലുണ്ടാവും. എന്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കും. കട്ടയ്ക്ക് ഈ സിഗരറ്റ് വലി ഇപ്പം എത്ര മോഹൻലാൽ വാൺ ചെയ്യുന്നതിന് മുമ്പ് എത്ര വട്ടം വലിക്കായിരുന്നു? എത്ര എണ്ണം വരെ വലിക്കായിരുന്നു? 2 പാക്കറ്റ്. 2 പാക്കറ്റ്. അപ്പം ജാസ്മിനും ജിൻഡുവും ഒക്കെ 2 പാക്കറ്റ് വെച്ച് ഡെയിലി വലിക്കുമായിരുന്നോ? ജാസ്മിൻ അല്ല. എന്റെ പൊന്നെ, ജാസ്മിൻ ജാസ്മിൻ ഫാനാണ്. കുഴപ്പമില്ല, അവരുടെ പ്രണയം കാണുമ്പോൾ ഓൾറെഡി നല്ല കുട്ടിയാണ്. അല്ല, ജാൻമണി അപ്പം ഡെയിലി 2 പാക്കറ്റ് വെച്ച് വലിക്കുമായിരുന്നു? അല്ല, ഡെയിലി അല്ല, നമുക്ക് ഇന്ന രാത്രി തന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാത്രി താഴും. പിറ്റേ ദിവസം രാത്രി വരെ 1 പാക്കറ്റ് കാണും. മീൻസ് ഇപ്പൊ ജിൻഡു ചേട്ടൻ ഒരു പാക്കറ്റ്, എനിക്ക് ഒരു പാക്കറ്റ്. സോ നമുക്ക് 2 പാക്കറ്റ് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറിച്ച് ഫേവറേറ്റ് സിഗരറ്റ് ഏതായിരുന്നു? അല്ല, എന്റെ ഒരു ബ്രാൻഡ് കിങ്സ്. കിങ്സ് ആണ് മോനെ, ബിക്കോസ് ഐ ആം ക്വീൻ. ഇപ്പൊ അന്ന് മോഹൻലാലിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് മോഹൻലാൽ തിരിച്ചറിയുമായിരുന്നു. കണ്ട ഒരു കമന്റ് ആണ്, ഈ ഇത് ഏത് ഭാഷയാണ് എന്ന് കേട്ടത് കണ്ടായിരുന്നു. അതല്ല, ഈ ട്രോളൊക്കെ വന്ന സമയത്ത് എന്തോ ഫീൽ ചെയ്ത്? എനിക്ക് ചിരി പറഞ്ഞത്, കാരണം ഞാൻ ഉള്ളിലേക്ക് വന്ന ടൈമിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അവിടെ എല്ലാവരും പറഞ്ഞു ട്രാൻസ്ലേറ്റ് സബ് ടൈറ്റിൽ വേണം. കാരണം ഞാൻ മലയാളത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തിരിച്ച് ചോദിക്കും എന്താ. പിന്നെ അതിന് അൻസിബ എപ്പോഴും, ഞാൻ ഋഷി അൻസിബ ആണ് നമ്മളുടെ കൂട്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഋഷി അപ്പുറത്തെ അൻസിബൊക്കെ നോക്കും, പിന്നെ അൻസിബ മനസ്സിലാക്കി കൊടുക്കും. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഇതാണ് ജാൻമണി ഉദ്ദേശിച്ചത് അല്ലേ? പാവം അൻസിബൊക്കെ ലാളിതർ കോളേജ് കാരണം അതാണ് ഫ്രണ്ട്ഷിപ്പ്. അൻസിബ പറഞ്ഞു വാട്ട് എവർ യു ആർ ജാൻ. പണ്ട് മുതൽ ഈ സൗണ്ട് മോഡുലേഷൻ ഇങ്ങനാണോ, അതോ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടാണോ മലയാളം അറിയാത്തത്? അല്ല, കാരണം ഞാൻ പഠിച്ച മലയാളം കുറച്ച് മീൻസ് വേറെ ആൾക്കാർ ഇത് വേറെ കുറച്ച് കളക്ട് ചെയ്യുന്നതാണ് ഞാൻ പഠിക്കും. അതായത് പല ജില്ലയിൽ നിന്നും പലതും എടുത്തിട്ടുണ്ട്. കുറെ പിന്നെ ഞാൻ കുറെ തമിഴ് മൂവി ചെയ്ത് അമലാന്റെ കൂടെ സിനിമ ചെയ്തിട്ടുണ്ട്. അമലാന്റെ കൂടെ ഞാൻ അത്ര മൂവി ചെയ്ത്. കാരണം ഞാൻ ടോട്ടൽ 317 ആർട്ടിസ്റ്റ് സെലിബ്രിറ്റി ഇൻ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ബിക്കോസ് ഐ ഹാഡ് വർക്ക് ഫോർ അസമീസ്, ബംഗാളി, മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, 6 ലാംഗ്വേജ്. 6 ലാംഗ്വേജ് അറിയാം. 6 ലാംഗ്വേജ് അറിയാം. സോ ഞാൻ ജസ്റ്റ് 10% ഉള്ളൂ. ഞാൻ 13 ഇയേഴ്സിൽ എൻ്റെ ജോലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. 10ാം ക്ലാസ് പഠിത്തമേ ഉള്ളൂ. അതാ അസമീസ് മീഡിയം. എനിക്ക് ഹിന്ദി വായിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് വായിക്കാൻ എനിക്ക് ഭയങ്കര കഷ്ടപ്പെട്ട്. പക്ഷെ നമ്മൾ സംസാരിച്ചാണ് എനിക്ക് അങ്ങനെ എല്ലാം ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എല്ലാം തമിഴ്. എൻ്റെ മലയാളം കുറച്ച് തമിഴ് മിക്സ് ആണ്. ബിക്കോസ് ഞാൻ കുറേ വർഷം അമലാതെ കൂടെ തമിഴ് മൂവി ചെയ്ത് സോ എനിക്ക് ചിലപ്പോൾ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല. എല്ലാവരും വിചാരിക്കുന്നത് ആണ് തമിഴ് ചെയ്യാൻ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തമിഴിൽ സംസാരിക്കൂ. ഈ സംസാരം കൊണ്ട് ആ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും പൊട്ടിച്ചിരി ആഴ്ത്തിയ ഒരു കഥ പറയാം നമ്മളോട്.
അത് ഒന്നെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാൻ മനസ്സിലായിട്ടില്ല ഇത് എന്തുവാ ജാൻമണി എന്ന് ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും കഥയുണ്ട്? അങ്ങനെ കൊറേ ഉണ്ട്, ഒരെണ്ണല്ല. എന്നാലും ഒരെണ്ണം പറ. പറയില്ല, ചീത്തായി ഒരെണ്ണം പറ. എന്താ പറയുന്നത്, ഒരു ദിവസം ആനത് ഞാൻ അവിടെ ഒന്നുമില്ല കടപ്പന പറഞ്ഞു കൊടുത്തേ. കറുപ്പ് മീൻസ് ഞാൻ പറയുന്നത് ഡിസ് ടാലന്റ്, ഒരു കാര്യം ചെയ്യുന്ന അത് ഒരു ടാലന്റ് അല്ലേ. അതിന് മീൻസ് കഴിവ് എന്നെ പറയുന്നല്ലേ, നമ്മളെ കൈയുടെ കഴിവാണ് കഴിവ്. സോ അത് മാറിപ്പോയി. ഞാൻ പറഞ്ഞ വേറെ ഒന്നുമില്ല, അത് കൈയുടെ കറുപ്പാണ് കഴിവെന്ന് ഉദ്ദേശിച്ചത് കഴപ്പാണ്. ഓ, അത് വായിന്ന് വരുന്നതല്ല, തെറ്റുപറ്റി പോയതാ. ഞാൻ പറഞ്ഞില്ല ചിലപ്പോ വേർഡ് അങ്ങനെ കൊണ്ട് മീനിങ് അങ്ങനെ മാറിപ്പോയ വേറെ വാക്കുകൾ ഏതാ? ദൈവമേ, അത് ഞാൻ പറയുന്നത് അഖിൽ ടോട്ടൽ എന്നാ നമ്മളുടെ ലാസ്റ്റ് അഖിൽമാരുടെ പേര് എനിക്ക് ഫസ്റ്റ് അറിയില്ലല്ലോ. കുറിച്ച് തെറ്റിപ്പോയി. അപ്പൊ അതെങ്ങനാ പറഞ്ഞത് ആ പേര്? ഇപ്പൊ ഞാൻ പറയില്ല, തെറ്റിപ്പോയി കണ്ട് പൂജ സീമീൻ ചെയ്തിട്ട് എനിക്ക് ലാസ്റ്റ് ബിഗ് ബോസ് ജാൻമണി മലയാളത്തിൽ സംസാരിക്കുക. ഞാൻ പറഞ്ഞു ബിഗ് ബോസ് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ മലയാളത്തിൽ എങ്ങനെ സംസാരിക്കാം? നമ്മൾ ഇത്രയൊക്കെ സംസാരിക്കുമ്പോഴും പിന്നെ ഞാൻ സീരിയസ് ആയി സംസാരിക്കുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് വരും, ഇംഗ്ലീഷും വരും, ആ മുഖമൊക്കെ അങ്ങ് മാറും. പക്ഷെ ഇതിൻ്റെ അകത്ത് ജാൻമണി ഇത്രയും ജെന്യുവൻ ആണെങ്കിലും ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ജാൻമണി തുപ്പിയെന്ന് പറയുന്നത്. സത്യം, പക്ഷെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. തുപ്പി ഓരോ ആൾക്ക് നമ്മൾ എങ്ങനെ തുപ്പും? അതെ, ഒരു മനുഷ്യൻ മതിയല്ലേ. പിന്നെ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ 2 വാക്ക് പ്രാഗിയിട്ടുണ്ട്. അതാണ് ഞാൻ ജസ്മിനെ എനിക്ക് ചോദിക്കുന്ന ടൈമിൽ ഞാൻ ജസ്മിനിക്ക് പറഞ്ഞത്, ജസ്മിനെ ഞാൻ മുഖത്തിൽ നോക്കി പറയുന്ന ചെയ്യുന്ന ആൾക്കാരെയാണ്. എനിക്ക് അതിന് ഞാൻ അതിന് ബഹളമാക്കിയിട്ടില്ല, കാരണം പുറകെയുള്ള കുത്തിത്തിരിപ്പില്ല. എനിക്ക് ഒരു ആവശ്യകത ഇല്ല. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ മുഖത്തിൽ നോക്കി പറയും എനിക്ക് ഇഷ്ടമില്ല. അതെന്താ കുഴപ്പം? എൻ്റെ വീട്ടിൽ എപ്പോഴും എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ ഞാൻ കുറേ കാര്യം എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ ഫൈറ്റിംഗ് ചെയ്യും. എൻ്റെ അച്ഛൻ്റെ കൂടെ സംസാരിക്കില്ല, ഞാൻ ഇതല്ല അതാ അങ്ങനെയാണ് പറയും. ഓരോ ആൾക്ക് തുപ്പ് പറയുന്നില്ല, അത് മോശമല്ലേ? അത് മോശമായി. ശരിക്കും തുപ്പിയോ? അങ്ങനെ ചീപ്പ് തിങ്സ് ഞാൻ ചെയ്യില്ല. പിന്നെ ആള് പറയാൻ കാരണം ആരാ പറഞ്ഞത്? അത് നൂടാ പറയുന്നത്, അത് എനിക്കറിയത്തില്ല. ഞാൻ ആ കുട്ടി അവിടെ ഉണ്ടെന്നെ കണ്ടിട്ട്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല മനസ്സിലാവും. ഞങ്ങൾ ആ വീഡിയോ കണ്ടപ്പം ജാൻമണി നടന്നു പോകുന്നു ദേശീയത്തിൽ, നൂറ ഇപ്പുറത്തേക്ക് ജാൻമണി തുപ്പി. അപ്പോഴും ആൾക്കാർ പറയുന്നത് തുപ്പിയിട്ടില്ല. മൂവ്മെന്റ് അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹെഡ് മൂവ്മെന്റ്. പക്ഷേ സ്ട്രൈറ്റ് ആയിട്ടാ പോയത്. ഞാൻ താഴെ നോക്കി, കാരണം എനിക്ക് ആ ഒരു കഷായം കൊടുത്തില്ല, ആ കഷായം കുടിക്കണം. ഓ എന്റെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആ ടൈമിൽ ഭീഷണം വന്നു, കാരണം ആ കുട്ടിക്ക് സുഖമില്ല ടൈമിൽ ഞാൻ അത്ര കെയർ ചെയ്ത്, രാത്രി കിടക്കുന്ന ടൈമിൽ ഞാൻ അത്ര ഫസ്റ്റ് സെക്കൻഡ് വീക്കിൽ എത്ര കെയർ ചെയ്ത്, അവളുടെ ജിൻറ്റു ചേട്ടൻ്റെ കൂടെ പേഴ്സണലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഒരു 2 ടൈം ഞാൻ ഉറക്കം പോലും ഇല്ല സംസാരിച്ച് തീർക്കും. തിരിക്കും. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് അവളെ എന്നെ നേരത്തെ ഒരു ദിവസം പോലെ ചോദിച്ചിട്ടില്ല, ജാൻ ചേച്ചി എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് വിഷമം വന്നേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ദിവസം ഞാൻ ഒരു ദിവസം എനിക്ക് പറഞ്ഞിട്ട് മിണ്ടായിരിക്കും ചേച്ചി പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമില്ല, നീ എനിക്ക് ചോദിക്കുക കാര്യം പറഞ്ഞിട്ട് ഞാൻ ആ ടൈമിൽ ജസ്മിൻ ക്യാപ്റ്റൻ ഉണ്ട്. ഞാൻ ജസ്മിനൊക്കെ പറഞ്ഞത്, ജസ്മിൻ എനിക്ക് ഈ കുട്ടിയുടെ കൂടി ഓരോ പ്രശ്നമില്ല, എൻ്റെ മനസ്സിൽ ഒന്നുമില്ല, അവളെ എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് എന്തായിരിക്കുന്നത്? കാരണം ഞാനൊരു മനുഷ്യൻ, എനിക്കൊരു കൺട്രോൾ ഉണ്ടോ അല്ലേ? ആ കൺട്രോൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും അറിയില്ലത്തെ പറഞ്ഞു പോവും, ആ കുട്ടി ഹേർട്ടായി പോവും. ഞാൻ ഓൾറെഡി ഈ ദേശക്കാരൻ ഞാൻ 2-3 ടൈം എൻ്റെ നാട്ടിൽ 2-3 ബാക്കി പോയി, എനിക്ക് മനസ്സിൽ വിഷമമുണ്ടോ? സോ ഞാൻ പറഞ്ഞു ജസ്മിൻ പ്ലീസ് പറ. ജസ്മിൻ ഓക്കെ ചേച്ചി പറഞ്ഞു. നമ്മൾ ചൊറിഞ്ഞുകൊണ്ടങ്ങ് വരുവാ അല്ലേ? ജിൻറ്റു ചേട്ടനിക്ക് കൂടുതൽ ചോറിന് അത്രയും കണ്ടസ്റ്റന്റുകൾ മനസ്സുകൊണ്ട് പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആരാൻ ചോദിച്ചാ ജാസ്മിൻ എന്നെ ഉത്തരം പറയും ജാൻമണി. അത്ര ക്ഷമ ഏറ്റവും ക്ഷമയാ. പക്ഷെ അൻസിബ് ഈ രാജിക ഗെയിം ഇറക്കുന്നതെന്ന് പുറത്തൊരു സംഭാഷണമുണ്ട്. അതായത് നമ്മുടെ മുടിയൻ ഋഷിയെ വിട്ട് കളിപ്പിക്കുക, അൻസിബി ഒന്നും അനങ്ങുന്നില്ലെന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ? അത് എപ്പിസോഡ് കാണണം. ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇറങ്ങി വന്ന് ട്രോളുകൾ മാത്രമേ കണ്ടുള്ളൂ. ആ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ആ ട്രോള് മാത്രം ഞാൻ നോക്കിയിരിക്കണം. അതിന് ചേച്ചിട്ട് ഞാൻ പിന്നെ എനിക്ക് കാണണം. ട്രോള് വിഷമമാണോ ഉണ്ടാക്കിയ സന്തോഷം? ഞാൻ 2-3 യൂട്യൂബില് മാത്രം ഞാൻ കണ്ട് എന്താ പറയുക
എൻ്റെ എവിക്ഷൻ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. എനിക്ക് തിരിച്ച് കണ്ടിട്ടില്ല, ഞാൻ പിന്നെ ഡിപ്രഷൻ ആയി പോകും. അതിന് ഞാൻ ഒന്നും കണ്ടിട്ടില്ല, TV ഹോട്ട്സ്റ്റാർ ഓണേ ചെയ്തിട്ടില്ല. ലാലേട്ടൻ വന്നൊരു എപ്പിസോഡിൽ ലാലേട്ടൻ ജാൻമണിയെ നിർത്തി പൊരിക്കുന്നുണ്ട്. അതായത് ജാൻമണി പറയുന്ന ഒരു കള്ളത്തരം ലാലേട്ടൻ പൊളിക്കുക. അപ്പോൾ ജാൻമണി പറയുന്നില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുന്നു. കണ്ടിട്ടില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം കഴിഞ്ഞ സീസണിൽ അനിയമിതനാണെങ്കിൽ പോലും ഇങ്ങനെ പറയുന്ന സമയത്ത് ലാലേട്ടൻ വരും, ഒരു പേടി ഉള്ളിനുള്ളിൽ വരുമോ? മോർണിംഗ് ആ പാട്ട് കൊടുക്കുന്നത് നമുക്ക് കിളി പോവും. പാട്ട് കേൾക്കുമ്പോൾ കിളി പോകും. ആരൊക്കെ വശില്ല. ഞാൻ ആക്ച്വലി കള്ളത്തരല്ല, എനിക്ക് ഞാൻ പറഞ്ഞ അത് എൻ്റെ ദേഷ്യത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ എനിക്ക് മറന്നു. പക്ഷെ ഞങ്ങൾക്ക് ചിരി വന്നതല്ല, ലാലേട്ടൻ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ മണി ഇല്ല ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ എൻ്റെ മുഖം മാറി, ഞാൻ പറഞ്ഞു ദൈവം ഈ വാക്ക് ഞാൻ അതാ ഞാൻ 1 വീക്കിന്റെ മുന്നേ പറഞ്ഞേ. അതന്നെ നമ്മൾക്ക് മനസ്സിൽ പോവും. കാരണം എൻ്റെ ഓരോ കാര്യമുണ്ട്, എനിക്ക് ദേഷ്യം പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ല, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കൂളായി കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ചോദിക്കും, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും തേടി വിളിച്ചോ? ലക്കിലി ഞാൻ എൻ്റെ നാക്കിൽ ഞാൻ ഓരോ ആൾക്ക് തേടി വിളിച്ചിട്ടില്ല. ഓരോ ആൾക്ക് ഞാൻ പോയിട്ട് മുഖത്തിലെ നോക്കി നീ ഇങ്ങനെയാണ്, നീ 3rd ക്ലാസ് ആണ്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മുഴുവനായിട്ട് ചെയ്ത കാര്യങ്ങളുമാണ്. മുറിവിനായിട്ട് കാരണം എല്ലാമായിട്ട് എന്തോ ചെയ്തത് അത് ഈ വേസ്റ്റ് കിച്ചണിന്റെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ അതാ. പിന്നെ എനിക്ക് മനസ്സിലായി അത് രശ്മിനും അല്ല, അത് അർജുനാണ് രശ്മിനിക്ക് പറഞ്ഞു കൊടുത്തത്. അതെ, പക്ഷേ അർജുനക്ക് ഈ കളിക്കുന്ന ഒരു ആവശ്യത ഉണ്ടായിട്ടില്ല. അതെ, ഇപ്പൊ ഇത്രയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അർജുൻ ഒരു 9 എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് കണ്ടായിരുന്നോ? അത് ഫീൽ ആയോ ശരിക്കും? എനിക്ക് ദേഷ്യം വന്ന കാരണം അവന് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ തന്നെ. ഡാലു ആണ് അവനക്ക് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൊടുത്തത് അർജുനക്ക്. ഞാൻ ആ ഷോയില് ഉണ്ടായി 6 വർഷം മുന്നേ. ജാൻമണിക്ക് അർജുനെ നേരത്തെ അറിയാം, 6 years ആയിട്ട് എനിക്കറിയാം. സോ അവന്റെ മുഖം ഈ മുഖമല്ല, എനിക്കറിയാലോ. കാരണം നമ്മള് അർജുന്റെ മുഖം മൂടി മാറ്റിക്കല്ലേ സമയമായി, അത് ഓട്ടോമാറ്റിക്കലി മാറ്റും. നിൽക്കുന്ന അർജുൻ അല്ലത് ഇല്ല, ഒരു കിലോ അല്ല. അപ്പൊ ഈ 6 വർഷത്തെ ബന്ധത്തിൽ ജാൻമണി വന്ന സമയത്ത് ജാൻമണി സംസാരിച്ചിട്ടൊന്നുമില്ല? അല്ല, സംസാരിച്ചിട്ടുണ്ടോ. നമ്മള് നല്ല ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരു എങ്ങനെ കണക്ഷൻ ഉണ്ടോ. സോ അവന് അവിടെ ഒന്നും അറിയില്ലാത്ത പോലെ ഇരിക്കുന്നത്. ഇപ്പൊ ഈ മുമ്പൊരു കാര്യം പറഞ്ഞ കാര്യം നോക്കൂ. നമ്മള് കഴിക്കുന്നതാണ് ജിൻറ്റു ചേട്ടൻ പൂരി കഴിച്ചിട്ട് എത്ര കഴിച്ചിട്ട് അപ്പത്തിന് 4 ആൾക്കാരുടെ ഭക്ഷണം നിങ്ങൾ ഒറ്റയ്ക്ക് കഴിച്ചു പറഞ്ഞിട്ട് നോക്കി കഴിഞ്ഞിട്ട് അവിടെ അർജുന് ഒരു ഡയലോഗ് കൊടുത്തേ, ഒരെണ്ണം എക്സ്ട്രാ കഴിക്കും 9 ആയി പോവും പറഞ്ഞിട്ട് അവന്റെ എങ്ങനെയാണ് അവന് കൈ കാണിച്ചു ഫേസില്. ജാൻമണി എന്നുള്ള ഒരു സിഗ്നൽ അല്ലേ? ഓക്കെ. സോ ഇങ്ങനെ ഒരു കൈ കാണിച്ച് എനിക്ക് ശരിക്കും ജാൻമണിക്ക് കണക്ട് ആയില്ലല്ലേ ആദ്യം? അല്ല, കണക്ട് ആയി. എനിക്ക് ദേഷ്യം അപ്പൊ തന്നെ ഞാൻ തലം വെച്ച് തന്നെ ഇറങ്ങിപ്പോയി അല്ലേ. അവന്റെ കുറെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ കയറിയിട്ടില്ല. അത്ര ഗെയിം ഉണ്ടെങ്കിലും നമ്മൾ ഓരോ ആളുടെ പേഴ്സണൽ, എനിക്ക് എല്ലാവരുടെ ഹിസ്റ്ററി അറിയാം. ആ ജാതകം ഞാൻ വായിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റില്ലാത്ത അവസ്ഥ അറിയാം എനിക്കറിയാം. ബിഗ് ബോസ് എല്ലാവരുടെയും. സോ ജാൻമണി ബിഗ് ബോസ് പഠിച്ചതിന് ശേഷമാണോ പോയത്, അതോ അങ്ങ് പോവായിരുന്നു എന്തിനാണ് പറഞ്ഞത്? എനിക്ക് എന്താ പറഞ്ഞ ഞാൻ പഠിച്ചിട്ട് പോയിട്ടില്ല. പക്ഷെ എനിക്ക് എന്താ പറഞ്ഞ അറിയുന്ന ആൾക്കാരെയാണ് മോസ്റ്റ് ഓഫ്. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ നിങ്ങളുടെ ഈ സീസണിൽ ഒരുപാട് ആൾക്കാർ, ജിൻഡോ ഉൾപ്പെടെ ആൾക്കാർ പറയുന്നുണ്ട് ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും പുറത്തുനിന്നേ ഒരു കണക്ഷനായിട്ട് പോയതാണ്. അങ്ങനെ സംസാരം നടന്നിട്ടുണ്ടോ? പറയാൻ ആൾക്കാർ കുറേ പറയും, പക്ഷെ നമ്മൾ സ്വന്തം കണ്ണിത്തെ കണ്ടിട്ടില്ലല്ലോ, പറയാൻ പറ്റില്ല. കാരണം ഒരു ആളെ പറയുന്നത് ഇപ്പം എൻ്റെ വേണ്ടി കുറേ ആൾക്കാർ കുറേ കാര്യം പറയും, പക്ഷെ സ്വന്തം കണ്ണിലെ കണ്ടിട്ട് സ്വന്തം സവിയിലെ കേൾക്കണേ ആ 2 വ്യത്യാസം ഉണ്ടോ? ഇനി ഞാൻ ഒരു ഡയലോഗ് പറയുന്ന മുന്നേ ഞാൻ 10 ടൈം ചിന്തിക്കും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടില്ലാത്ത ഞാൻ ഒരു കാര്യം പോയിട്ട് പറയുന്നത് എനിക്ക് കാര്യമല്ല. ബിക്കോസ് ഇഫ് ദേ ഫ്രണ്ട്സ് ഇപ്പോൾ ജിൻറ്റു ചേട്ടൻ എനിക്ക് 12 വർഷമായിട്ട് അറിയാം. ജിൻഡോ ചേട്ടനെ ബിഗ് ബോസിൽ കണ്ടുള്ള പരിചയമല്ല. അല്ല, എനിക്ക് കളിമൺ മൂവി അല്ലേ, മൂവി സെറ്റിലാണ് ഞാൻ ജിൻഡു ചേട്ടനെ ഫസ്റ്റ് കണ്ടിട്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ജിൻറ്റു ചേട്ടൻ ഫിസിക്കൽ ട്രെയിനർ, ഈ സാധനം ആ രീതിയിലേക്ക് നമ്മൾ പോയി. ജിൻറ്റു ചേട്ടൻ കോൾഗേറ്റ് വെച്ചിട്ട് ഫേസ് ഇതാ ചെയ്യുമല്ലേ, അത് ശ്വേത ചേച്ചി തന്നെ ഐഡിയ ആണ്. ശ്വേത ചേച്ചി തന്നെ ഐഡിയ ആണ്. സോ പക്ഷെ നമ്മൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് കണക്ഷൻ ഇല്ല. ഞാൻ ആരുടെ കൂടിയ കണക്ഷൻ അങ്ങനെ ഇല്ല. അങ്ങനെ വെച്ചൊരു കണക്ഷൻ എന്ന് പറഞ്ഞത് ജിൻഡോയാ. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നതേ ഉള്ളൂ. നമുക്കൊരു അടിച്ചുപൊളി പാട്ട് പാടാം. കലാപം പഠിച്ചാണ് ഇഷ്ടമല്ലേ? നാടൻ പാട്ടൊക്കെ ഇഷ്ടമാണോ? എനിക്ക് അറിയത്തില്ല, പാട്ട് അറിയത്തില്ല. അപ്പൊ നല്ലൊരു അടിച്ചുപൊളി നമുക്കൊരു ഹിന്ദി പാട്ട് പാടിയാലോ?
ഓക്കെ, ജാൻമണിയുടെ ഭാഗത്തുനിന്ന് आज हम तुम सनम मिलके ये वादा करी, आज हम तुम सनम मिलके ये वादा करी, मैं तेरे दिल में रहूं, मैं तेरे दिल में रहूं, तो मेरी दिल में रहे, आज हम तुम सनम मिलके ये वादा करी, आज हम तुम सनम मिलके ये वादा करी. ജാൻമണിയുടെ ദേഷ്യം മൂത്ത് കൈപൊക്കി, പക്ഷെ അടിച്ചില്ല. ലാലേട്ടൻ പറയുന്നത് മോനെ അടിക്കാൻ പറഞ്ഞാൽ അടിക്കണം, അങ്ങനെയാണ് നമ്മുടെ റോക്കി ബോയ് അടിച്ചിട്ട് പോയതല്ലേ? ശരിക്കും അല്ല, എനിക്ക് അറിയത്തില്ല അത് വൈ ഡിഡ് എവ്രിവൺ മിസ്അണ്ടർസ്റ്റുഡ്. ബിക്കോസ് ഞാൻ പോയിട്ട് നീ ആരതി ഈ രീതിയിലേക്ക് ഞാൻ ചോദിച്ചു. അടിച്ചതല്ല, അല്ല സംസാരിച്ചതാ ഇങ്ങനെ. പക്ഷെ സ്ഥലം ക്ലോസ് അല്ലേ? സോ ഞാനിപ്പോ നിങ്ങളെ ആരാണ് ഇങ്ങനെ ചൊല്ലി ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പോവും. എല്ലാ സീസണിലും ഓരോ ലവ് ട്രാക്കുകൾ കാണും അല്ലേ? ജാൻമണി എന്തുകൊണ്ട് ലവ് ട്രാക്ക് പിടിച്ചില്ല? ലവ് ഉണ്ടോ അവന്റെ? ഇല്ല, എല്ലാവർക്കും ലവ് ഉണ്ട് ജാൻമണിയോട്. എനിക്ക് അറിയില്ലല്ലോ. ജാൻമണി ഈ സീസണിൽ ഗബ്രി, ജാസ്മിൻ, ഇപ്പം ജാൻമണി ഇറങ്ങിയപ്പം തന്നെ അറിയാം സംസാര വിഷയം അവരുടെ കാര്യങ്ങളാണ്. അത് ഫേക്കാണോ ഒറിജിനലാണോ? ജാൻമണി സത്യസന്ധമായ ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ചോദിക്കും ഓപ്പണായിട്ട്, ജാൻമണിക്ക് ഫീൽ ചെയ്തത് എന്താണ്? എനിക്ക് ഫീൽ ആവുന്ന ഒരു കാര്യം, കാരണം നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റില്ല. ഫസ്റ്റ് തിങ്സ് ഇപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് പരസ്പര പ്രണയം വരുമോ ജാൻമണി? അത് നിങ്ങൾ 24/7 കണ്ട്. അതെ, നമ്മളിപ്പോൾ ഒരു കാര്യം പറയത്ത് ആൾക്കാർ വിചാരിക്കുന്നത് നമുക്ക് കൂടുതൽ അറിയാവുന്ന പക്ഷെ അത് ഒരു വലിയ തെറ്റാണ്. കാരണം നമ്മൾ എല്ലാം സ്ഥലത്തിൽ ബിജി ആയി പോകും. അതായത് ഒരു കോണിൽ ജാൻമണി ആണെങ്കിൽ മറ്റു കോണിലായിരിക്കും ജാസ്മിൻ. അറിയത്തില്ല, നമുക്ക് കുറെ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല, കുറെ കാര്യങ്ങളും നമുക്ക് അറിയില്ല. പക്ഷെ പുറകെ വന്നത്തെ കാരണത്തിൽ അരേ ഇങ്ങനെ ഉണ്ടായോ, ഇങ്ങനെ കാര്യങ്ങളും ഉണ്ടോ? സോ കുറെ കൺഫ്യൂഷന് വരും. നമ്മൾ അവരെ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ കുറെ കാര്യങ്ങളും ഞാൻ എൻ്റെ പണി ചെയ്ത് കുറെ കാര്യങ്ങളുണ്ടോ, അതാണ് ഞാൻ പുറകെ ദൈവമേ ഇതാണോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇതെങ്ങനെയാണ് കാണിച്ച്. സോ ഇപ്പൊ ഉണ്ടെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിലും ആയിക്കോട്ടെ, ഇഷ്ടമാണ്. പേഴ്സണലി ഒരു കാര്യം ഇപ്പൊ ചിലപ്പോ സ്നേഹിക്കുന്നതിനൊന്നും തെറ്റില്ല, പക്ഷെ ഈ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിനോട് ജാൻമണി യോജിക്കുന്നുണ്ടോ? അതാ കാരണം കോണ്ടന്റിന് വേണ്ടിയാണോ അവർ ചെയ്യുന്നത്? അത് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഉണ്ടാവില്ലെങ്കിൽ. കാരണം എനിക്ക് പേടിയാണ് ഒരു കാര്യം, ഒരു ആൾക്ക് ഞാൻ പറയുന്ന കാര്യം ഒരു ഹേർട്ടായി പോകും. ഞാൻ ഗബ്രിക്ക് ജസ്മിനിക്ക് കുറെ ടൈം പറഞ്ഞു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ദാറ്റ് ഈസ് യുവർ പേഴ്സണൽ തിങ്സ്. എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു റൈറ്റ്സ് അല്ല, എനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല മാത്രമല്ലല്ലോ. കാരണം ദാറ്റ് ഈസ് ദാറ്റ് ടു പേഴ്സൺസ്. ഇപ്പൊ എനിക്ക് എന്റെ ജിൻറ്റുചേട്ടന്റെ കൊമ്പോയില് കുറെ ആൾക്കാർ വിചാരിക്കുന്നത് നമുക്ക് ലവ് ഉണ്ടോ. ഞാൻ ആദ്യം ചോദിച്ചത് പ്രണയമാണോ സഹോദര ബന്ധമാണോ എന്ന്. അതാ ഞാൻ തീരുമാനിക്കാം എങ്ങനെയാണ് എന്റെ റിലേഷനെ കൊണ്ടുപോകും. അങ്ങനെ ജാസ്മിൻ ഇപ്പം തീരുമാനിച്ചെങ്കിലും ഗബ്രിയുടെ ഭാഗത്തുനിന്ന് അതൊരു സഹോദര ബന്ധമല്ല പ്രണയമാണെങ്കിലോ? അതന്നെ പറയുന്നത് ദാറ്റ് ഈസ് ഹൗ ദേ ആർ തിങ്കിങ്. ഇപ്പൊ ഞാൻ അതിനെ എക്സാമ്പിൾ കൊടുത്തു. ഇപ്പൊ ജിൻറ്റുചേട്ടൻ എൻ്റെ ഒരു റിലേഷനിൽ നമുക്ക് എല്ലാവരും വിചാരിക്കുന്നത് ഈ 2 പേര് എന്തെങ്കിലും ഉണ്ടോ. പക്ഷേ ഞാൻ എപ്പോഴും ഒരു ക്ലിയറൻസിനെ ഒരു ചേട്ടന് അനിയത്തി ആരോ കല്യാക്കുന്ന ടൈമിൽ ചേട്ടന് അനിയത്തിയാണ്. സോ അതന്നെയാണ് റെസ്പെക്ട് ജിൻറ്റുചേട്ടൻ്റെ മനസ്സിലേക്ക് കൂട്ടി. അത് നമ്മള് നിന്ന് കൊടുക്കാതെ ഒന്നും നമ്മളിലേക്ക് വരത്തില്ല. സോ അതാണ് നമുക്ക് ഫസ്റ്റ് ചിന്തിക്കണം, നമ്മൾ എന്താ ചെയ്യുന്നുണ്ടോ, ഈ സാധനം നമ്മൾ കറക്റ്റാണ് കറക്റ്റ് ഇല്ല. പക്ഷെ ചിലപ്പോൾ സ്നേഹം തോന്നത്തെ. അർജുൻ സീതും പ്രണയമാണോ? അത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടല്ലേ? അതെല്ലാവർക്കും ഉള്ളു. അതായത് നമ്മൾ കാണുന്ന സമയത്ത് ജാസ്മിനും ഗബ്രിയും ഉള്ളൂ, പക്ഷെ സൈഡിൽ കൂടെ നൈസായിട്ട് ഒരു നൂലുവലി ഉണ്ടല്ലേ? അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്? ട്രാക്ക് പിടിക്കുന്ന കാരണം അർജുനക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഭയങ്കര ഒരു കഷ്ടപ്പെട്ടാണ്. കാരണം ഞാൻ ആ ആളുടെ എനിക്ക് എൻ്റെ വിഷമം ഒരു ദിവസം തോന്നിയിട്ട് ഫസ്റ്റ് ഒരു ദിവസം എൻ്റെ വേണ്ടി ബാക്കിൽ പറഞ്ഞിട്ട് റൂമിൽ പോയിട്ട് ബ്ലാങ്കറ്റിട്ട് താഴെ അർജുൻ എൻ്റെ വേണ്ടി പറഞ്ഞു. പക്ഷെ ആ ടൈമിൽ എനിക്ക് ആ ആൾ തിരിച്ച് വന്നിട്ട് എനിക്ക് പറഞ്ഞിട്ട് ജാനുവിന് വേണ്ടി അർജുൻ എങ്ങനെ പറഞ്ഞ് സത്യം ആണ് ചോദിച്ച്. ജാനുവിനെ പറ്റി എങ്ങനെ കേട്ടു അർജുൻ പറഞ്ഞത് ശരിയാണോ? അത് ഡിഫറെന്റ് രീതിയിലേക്ക്. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ആ മൊമെന്റ് ആളെ പോയി.
പോയി കഴിഞ്ഞിട്ട് ആള് അവിടെ ഉണ്ടോ ഇല്ല എനിക്ക് ഓരോ കാര്യമില്ല. ജാസ്മിനാണോ ഗബ്രിയാണോ കൂടുതൽ പ്രണയത്തിലോട്ട് അകപ്പെടുന്നത്? രണ്ടാൾക്ക് ഞാൻ എപ്പിസോഡ് കാണണം. എന്നാലും അതിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം പറയാം, രണ്ടാള് എൻ്റെ കൂടെ ഭയങ്കര ജെനുവിനാണ്. ഭയങ്കര ജെനുവിൻ. നമ്മൾ വരക്കെ പറയും ഗബ്രി ഒരു 2 മിനിറ്റ് നമ്മൾ ഒരു ദിവസം എൻ്റെ ഗബ്രി എത്ര ഫൈറ്റിങ്, പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞ കിച്ചണിൽ ഞാൻ ഗബ്രിക്ക് വേണ്ടി ഭക്ഷണം എല്ലാവരും ചിരിക്കുന്നത് എന്തൊക്കെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ അതാ ഫൈറ്റിങ്. ഇപ്പോൾ ഭക്ഷണ ടൈമിൽ ഞാൻ പറഞ്ഞ ഗബ്രിക്കെ കുറിച്ച് കാര്യങ്ങൾ എല്ലാവർക്കും ഡിഫറെൻറ്റ് ഫുഡ് ഇഷ്ടമല്ലേ. അതെ, നിങ്ങളുടെ ഈ സീസണിൽ ഒരു വൃത്തിയും ഇല്ലാത്ത കണ്ടസ്റ്റന്റ് ആരാന്ന് പ്രേക്ഷകരോട് ചോദിച്ചാൽ അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത് ജാസ്മിനാണ്. നഖം കടിക്കുന്നു, തുമ്മുന്നു, ചായ അതിനകത്തിട്ട് ഒഴിക്കുന്നു. ശരിക്കും 23 വയസ്സുകാരിയാന്ന് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ടല്ലേ ജാസ്മിന്? അത് പ്രായത്തിൻ്റെ ആണോ ജാൻമണി മനസ്സിലാക്കുന്നത്? ചിലപ്പോൾ ആയിരിക്കും. എന്നാലും ഒക്കെ ഇങ്ങനെ നഖം കടിക്കുവോ അല്ലെങ്കിൽ ചായ തുമ്മി ഇടുവോ? ജാൻമണി എങ്ങനെ ഇടുവോ തുമ്മി? ആ വീഡിയോ ഓർക്കില്ല. കുറേ വീഡിയോസ് ഞാൻ ട്രോള് എൻ്റെ പേജിലൊരു വീഡിയോസ് ഉണ്ട്. ആ ജാസ്മിൻ ഇങ്ങനെ ചുരുത്തി നടക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഞാൻ അറിയത്തില്ലാത്ത എൻ്റെ ജാൻമണിയുടെ കണ്ണ് ഈ ബിഗ് ബോസിന്റെ ഹൗസിന്റെ അകത്ത് വെച്ച് കണ്ട ഒരു വൃത്തിയില്ലായ്മ എന്തുവാ ജാസ്മിന്? എന്തുകൊണ്ട് കേട്ടോ, നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാലും തുമ്മുന്നതാണോ? അത് പാവം, അത് നാച്ചുറലി ആയിപ്പോയി. പക്ഷെ അവളെ അത് പിടിച്ചു നിർത്താൻ പറ്റും. അത് ഇപ്പൊ ജിൻഡിസിനെ ഒരു ദിവസം ഫട്ടിങ് ചെയ്തല്ലേ, മറുപടി കിട്ടിയ കറക്റ്റ് ഒരു ഇല്ലാത്ത ഒരാള് ജിൻഡിസിനെ ഫാസ്റ്റ് ഡേ സുരേഷ് സാറ് ജിൻഡിസിനെ അവൾക്ക് സുരേഷ് സാറ് ഊറ്റിയ പെർമിഷൻ. ഞാൻ പറഞ്ഞ ആ സുരേഷ് അപ്പൊ തന്നെ ഒരു വള്ളി ഞാൻ ചിരിച്ച് ചത്ത്. അത് കഴിഞ്ഞിട്ട് ജിൻഡിസിനെ വന്ന് മോലെ ക്ഷമിക്കൂ. ഇപ്പൊ ജസ്മിന് പറഞ്ഞ ആ തുമ്പി അത് നാച്ചുറലി വന്നേ. തുമ്മി സോറി, നാച്ചുറലി വന്ന ഒരു സാധനം വന്ന്. അല്ല, ജിൻഡോ ചേട്ടൻ ഇത്ര സഹോദര ബന്ധം ഉള്ളതുകൊണ്ട് ചോദിക്കുവാണെങ്കിൽ എന്തെങ്കിലും മോഹൻലാൽ കൊടുത്തായിരുന്നു? ഗ്യാസിന് മരുന്ന് കൊടുത്തില്ലേ? അത് ഞാൻ വന്ന് കഴിഞ്ഞിട്ട്. ജാൻമണിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രോൾ എന്ന് അറിയോ? യമുന ചേച്ചിയുടെ മോടെ ബർത്ത്ഡേയാ. അപ്പൊ യമുന ചേച്ചി സന്തോഷത്തോടെ കേക്ക് മുറിക്കുന്നു, ഭയങ്കര സന്തോഷമാ, പൊട്ടിക്കരയോ എന്റെ കുഞ്ഞേ എന്ന് പറഞ്ഞ് കരയാൻ നേരത്ത് ജാൻമണി ഞാൻ കഴിച്ചോളാം. അതൊന്ന് പറഞ്ഞു വന്ന് ഞാൻ കരഞ്ഞോണ്ട് മുറിക്കുവാണ്. നമുക്കത് ഓക്കെ. എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ, കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റത്തില്ല, വാ. അത് ഞാൻ കഴിച്ചോളാം. അയ്യോ, അത് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് ആ ഡ്രസ്സിന്റെ താഴെ എന്റെ മെറൂൺ കളർ അണ്ടർസ്കർട്ട് ഉണ്ടോ? പക്ഷെ ആൾക്കാർ പറഞ്ഞൊന്നുമില്ലെന്ന് ഒന്നും ഇട്ടിട്ടില്ല. കാരണം ഞാൻ നമ്മളുടെ എൻ്റെ ഇതുണ്ടേ, എന്താ പറഞ്ഞ ഒരു ടാസ്ക് ഉണ്ടേ, സാരി എല്ലാം റിമൂവ് ആക്കി ഞാൻ ബർത്ത്ഡേ പറഞ്ഞില്ലേ. സോ ഞാൻ സാരിയിലെ കുക്കിംഗ് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ടോപ്പ് മാറി ഞാൻ കുളിക്കുന്ന വേണ്ടി റെഡിയായി. അപ്പൊ തന്നെ ഗബ്രി വിളിച്ച് ജാൻമണി ബാബാ പറഞ്ഞ് ഞാൻ ആ ചെറിയ ടോപ്പ് ജസ്റ്റ് മേലേക്ക് വെച്ചിട്ട് ബാത്റൂമിൽ പോകണല്ലേ, മേലേക്ക് വെച്ചിട്ട് വന്നിട്ട് കേക്ക് കട്ടിങ് ചെയ്ത്. സോ ലൈറ്റ് ഓഫ് അല്ലേ, താഴെ അത് കാണില്ല. പിന്നെ ഞാൻ ജൂമാക്കി ഞാൻ പറഞ്ഞ ഇതിന്റെ അണ്ടർസ്കർട്ട് ഉണ്ടോ പറഞ്ഞ് ജൂമാക്കി നോക്കി അതുണ്ടായിരുന്നു എന്നാ. പിന്നെ എപ്പോഴും ചില ആളുകൾ പറയുന്നത് ജാൻമണി റിയൽ ആണെങ്കിലും ചില അഭിനയം കൈനിടും, കരയും. യമുന ചേച്ചി പോയപ്പോൾ അത്രയും കരയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ഒബ്വിയസ്ലി, കാരണം ഞാൻ ആ വീട്ടിലെ വന്ന് കയറി ടൈം മുതൽ യമുന ചേച്ചിയുടെ കൈ ഞാൻ എപ്പോഴും ഇങ്ങനെ പിടിക്കുന്നത്. ഒരു ചേച്ചി തന്നെ ആയിരുന്നു സത്യം. ഞാൻ ഉറങ്ങിപ്പോ മോർണിംഗ് ഉറങ്ങണല്ലേ, തണുപ്പ് പിടിക്കില്ല ചേച്ചിയുടെ ബ്ലാങ്കറ്റ് എൻ്റെ മേലിലേക്ക് കൊടുക്കും. കൊടുത്ത മോർണിംഗ് ചേച്ചി എനിക്ക് എനിക്കില്ല. സ്വന്തം മക്കളൊക്കെ പോലെ സ്നേഹിക്കുന്ന ഒരു ചേച്ചി അനിയത്തി ആ ഫീൽ അല്ലേ, ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ കാരണം ചേച്ചിയുടെ കൂടെ കിടക്കുന്ന ടൈമിൽ ഞാൻ സേഫ് ആണ്. കാറിൻ്റെ അകത്ത് വിശേഷങ്ങളുമായി ജാൻമണി ഞാനും ഒരുപാട് സംസാരിച്ചു. ഇനിയും ജാൻമണിയുടെ ഉള്ളിലുള്ള ഒരുപാട് കഴിവുകളുണ്ട്. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, സംസാരങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്റ്റുഡിയോയിൽ പോയി നമുക്ക് സംസാരിക്കാം. അപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പി. ഓക്കെ, നമുക്ക് കാണാം. സഹോദരൻ സഹോദരി അത്രമേൽ ബോണ്ടിങ്, അത്രയും ടൈപ്പ്
ജിൻഡോയും ജാൻമണി ഇല്ലാത്ത സന്ദർഭത്തിൽ ഇന്നലെ ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ ഉണ്ടായിരുന്നു. ആ പ്രൊമോയിൽ ജാസ്മിൻ ജിൻഡോയെ അടിക്കുന്നുണ്ട്. ഞാൻ ഇന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ജിൻഡോ ഒരു പാവത്താനായതുകൊണ്ടാണ് ജാസ്മിൻ കൈവച്ചതാണോ, അല്ല വേറെ ആരും റോക്കി അടിക്കുവോ? ഇല്ല. അപ്പൊ നമുക്ക് ആ പ്രൊമോ ഒന്ന് കണ്ടാലോ? നോക്കട്ടെ. എങ്ങനെ അടിച്ചാ? ജിൻഡോ കിടക്കുക, സംസാരത്തിൽ ജാസ്മിൻ ഒറ്റയടി പുറത്തിന്. സഹോദരി ഓർത്തോണം, ഒറ്റയടി ജാസ്മിൻ. അല്ല അവള് എന്താ വിചാരിക്കുന്നത്? അവള് ഇതിനൊരു നടപടി എന്തെടുക്കണം ബിഗ് ബോസ്? ജാസ്മിൻ ഫിസിക്കൽ അസൾട്ട് പുറത്താക്കണം. ഒബ്വിയസ്ലി റോക്കിക്ക് ഇടിച്ച് പുറത്താക്കാമെങ്കിൽ ജസ്മിനിക്ക് ഇപ്പോ എന്താ പറയുക, സെയിം ഡിസിഷൻ ഹാസ് ടു ടേക്ക് ഫോർ ജസ്മിൻ ഓൾസോ. ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ റൈറ്റ് തിങ്സ്. ഇപ്പോൾ ഞാൻ ഒരു ശ്രാപ്പ വാക്ക് പറഞ്ഞിട്ട് എനിക്ക് എവിക്ഷനിൽ അടിച്ചല്ലേ. സോ വൈ നോട്ട് ഫോർ ജസ്മിൻ? സിബിൻ ഒരു ആക്ഷൻ കാണിച്ചതിന്റെ പേര് ലാലേട്ടൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ ഇതിനൊരു നടപടി എടുക്കണം. എടുത്തില്ലെങ്കിൽ ജാസ്മിനെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നു വിശ്വസിക്കാം. അങ്ങനെയാണ് ഇറ്റ്സ് ഫേവറിസം. അല്ലെങ്കിൽ കാരണം എത്ര ഒരു ടപ്പ ഒരു ആൾക്ക് അടിച്ചിട്ട് കഴിഞ്ഞിട്ട് അതും ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഫിസിക്കൽ റിസൾട്ട് പറ്റില്ല. ഇതാ ഒരു ഫിസിക്കൽ റിസൾട്ട് അല്ലേ. സഹോദരനെ അടിച്ചപ്പോൾ നൊന്തു ഉണ്ടായിരുന്നു, എന്തോ ചെയ്തേനെ. അതിന് ഞാൻ പറഞ്ഞിട്ട് ആൾക്കാർ ബിസിനസ് ക്ലാസ് പറഞ്ഞിട്ട് എനിക്ക് ട്രോളാക്കി. ഇപ്പോൾ ചെയ്യുന്ന ഈ കാര്യങ്ങളും ഏതാ ക്ലാസ്സിലാണ്? എനിക്ക് എല്ലാം ഓഡിയൻസിക്ക് ഒരു ചോദ്യമുണ്ട്. ഞാൻ ബിസിനസ് ക്ലാസ്സിലെ ട്രാവൽ ചെയ്യുന്ന പറഞ്ഞിട്ട് എനിക്ക് നല്ല ട്രോളാക്കി. ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പൊ ഈ വീട്ടിലെ നടക്കുന്ന ഈ ആൾക്കാർ ഈ വീട്ടിൽ നടക്കുന്ന ഈ ഇടി ഉണ്ടാവുന്ന ഈ പരിപാടി ഒരു അതായത് ക്ലാസ്സിലാണ്. ലോ ക്ലാസ്സിനേക്കാൾ താഴെ പോകും ചിലപ്പോൾ. അതല്ലേ അങ്ങനെ അടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല. ഒരു കൈ അതിന് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ നൂടാക്കി ഇങ്ങനെ കണിച്ച് കഴിഞ്ഞിട്ട് അത് ഏത് എങ്കിലെ ക്യാമറ കണിച്ച് അപ്പം തന്നെ ഞാൻ ജാൻമണി അടിക്കുന്ന ഓടി പറഞ്ഞേ, തുപ്പാത്ത തന്നെ തുപ്പി പറഞ്ഞേ. ഇപ്പൊ ചെയ്ത കാര്യം പ്രൂഫ് കയ്യിലേക്ക് ഉണ്ടായിട്ട് ആൾക്കാർ അതിന് പറഞ്ഞേ ഇത് ഏതാ ക്ലാസ്സിലാണ് ഈ പരിപാടി. ഇതിലിപ്പോ സോൾവ് ഒന്നും വേണ്ട, ഒന്നെങ്കിൽ പുറത്താക്കണം ജാസ്മിനെ. ദാറ്റ്സ് ഡയറക്ട്ലി എവിക്ഷൻ. യെസ്, direct eviction because this is a physical assault. ഒരു കിടക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ റൂമിലെ കുറെ സ്ഥലമുണ്ടോ? എത്രയോ സ്ഥലത്ത് കിടക്കാം. ജിൻഡോ പറയുന്നുണ്ട് കിടക്കുന്ന സ്ഥലത്തിൽ മാത്രം ബാശി പിടിച്ചിട്ട് കിടക്കുന്ന കാര്യമല്ല. ജിൻഡോ പറയുന്നുണ്ട് ജയില് സൂഹിക്കാൻ വന്നതല്ല, കഷ്ടപ്പാടുണ്ടാകുന്നു, കുറച്ച് നീങ്ങി കിടക്കണം. ആ ജിൻഡോയ്ക്കിട്ട് അടിച്ചത് സഹിക്കാൻ പറ്റത്തില്ല. ഇത് ഫിസിക്കൽ അസൾട്ട് ആണ്. അത് ഒരിക്കലും ഒബ്വിയസ്ലി ഇതാ തീരുമാനിക്കണം. അപ്പോൾ ബിഗ് ബോസ് ഇന്ന് തീരുമാനം എടുക്കട്ടെ, ആ തീരുമാനം നമുക്ക് കാണാം. ഇന്നെ ഉണ്ടായല്ലേ, ഇന്നലെ സംഭവിക്കുന്ന കാര്യമാണ്, ഇന്നെ ഉണ്ടാവും. അത് ഉറപ്പായിട്ട്. കാരണം സിജോക്കെ റോക്കി അടിച്ച് കഴിഞ്ഞിട്ട് സിജോക്കെ പോട്ടൊക്കെ ആക്കി. ഫിസിക്കൽ അസൾട്ട് ഈസ് ബിഗ് ബോസിന്റെ എക്ദം മെയിൻ എഗൻസ്റ്റ് ഓഫ് ദ റൂൾ. നമുക്ക് ഒരു വാക്ക് പറഞ്ഞില്ല ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഫിസിക്കൽ അസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒരിക്കലും നടക്കില്ലാത്ത പരിപാടിയാണ്. കാരണം നമ്മളെ ഒരു ആളുടെ കയ്യിലേക്ക് തൊട്ടി ചേട്ടൻ അങ്ങനെ പറഞ്ഞല്ല, ഒറ്റ അടി കൊടുക്കണ്ടാവല്ലേ ഫിസിക്കൽ റിസൾട്ടില്ലേ. അത് വെച്ച് നീട്ടാൻ പറ്റത്തില്ല, നമുക്ക് തീരുമാനം വേണം. അത് ഡയറക്റ്റ് എവിക്ഷൻ ആണ്. എൻ്റെ ഡിസിഷനിൽ ജസ്മിൻ ഇത് അവളുടെ അതാ കൂടുതലായി പോയി. ജാസ്മിൻ്റെ തീരുമാനമാണോ ഇന്ന് ബിഗ് ബോസ് എടുക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. പ്രേക്ഷകർക്ക് അറിയാം. പ്രേക്ഷകരിൽ ഇപ്പോൾ പറയാനും എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് പ്രേക്ഷകർ ചോദിച്ചോളൂ, ഡയറക്റ്റ് ചോദിച്ചോളൂ. ഞാൻ ബിസിനസ് ക്ലാസ് ഇക്കോണമിക് ക്ലാസ് പീപ്പിൾ പറഞ്ഞിട്ട് എല്ലാവരും എൻ്റെ എഗെയിൻസ്റ്റ് ആയി, എനിക്ക് പോട്ടൊക്കെ കളഞ്ഞ്. ഇപ്പോൾ ചെയ്യുന്ന പരിപാടികൾ ഏതാ ക്ലാസ്സിലാണ്? വലിയൊരു ചോദിച്ചു കേട്ടോ, അതിന് കമൻറ്റ് കൊടുക്കണം, കൊടുത്തേ പറ്റൂ. ഏതാ ക്ലാസ്സിലാണ് ഈ പരിപാടി ചെയ്തിട്ട് ഒരു ആള് കിടക്കുന്ന ടൈമിൽ അപ്പം തന്നെ അടി കൊടുക്കുന്നത്? ഏതോ നീ പോടോ, ഈ തങ്ങൾ പോടോ, നീ ആറാ, ഈ കച്ചറ. ഞാൻ കുറച്ച് 2-3 പ്രാക്ക് ഒരാളുടെ മനസ്സിലെ വേഷം വന്ന പ്രാക്ക് പറഞ്ഞിട്ട് എൻ്റെ ഇതായി. ജർമ്മനി കച്ചറ ആണ്, ജർമ്മനി ഫീലിങ്സ് ഇല്ല. എനിക്ക് കുറേ നെഗറ്റീവ് സൈഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ, എൻ്റെ മനസ്സിലെ കുറേ വേഷമുണ്ടോ. പക്ഷെ ആരോ ഓരോ കാര്യം ചോദിച്ചിട്ടില്ല, ജർമ്മനി പ്രാക്കി വായി എത്ര വേഷവും ജർമ്മനിക്ക് ഉണ്ടായോ, ആ വീട്ടിൽ ആരോ ഇങ്ങനെ പോയിസൺ കൊടുത്തിട്ടുണ്ടോ, ആരോ ചോദിച്ചിട്ടില്ല. ഈ സീസണിൽ ഏറ്റവും കച്ചറയാന്ന് ജാൻമണിയോട് ചോദിച്ചു, ജാൻമണി ആരെ പറയും? ഒബിയസ്ലി ഞാൻ ജസ്മിൻ്റെ പേരെ പറഞ്ഞു. ഈ പരിപാടി കണ്ടിട്ട് ഞാൻ പറയും. അതെ, കാരണം ആ പരിപാടി കാണിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെങ്കിലും ആൾക്കാർ ഏതാ രീതിയിലേക്ക് കൊണ്ടുപോകാൻ എനിക്കറിയില്ല.
ഒരു മനുഷ്യൻ്റെ ദേഹത്തിലെ ബേസിക്കലി ഒരു ആണിൻ്റെ ദേഹത്തിൽ പോയിട്ട് അടി കൊണ്ടുവരുന്ന ഒരു പട്ടിക്കുട്ടി അല്ലല്ലോ, മനുഷ്യനല്ലേ എൻഡ് ഓഫ് ദ മൂമെന്റ്. മനുഷ്യന് കൊടുക്കേണ്ട വില പോലും ജാസ്മിൻ കൊടുത്തിട്ടില്ലെന്ന അർത്ഥം അല്ലേ ജിൻറ്റു ചേട്ടൻ? കാരണം ജിൻറ്റു ചേട്ടൻ എത്ര ഫൈറ്റിംഗ് ചെയ്യില്ല ജസ്മിൻ്റെ കൂടെ, അവളെ കഴിക്കില്ലെങ്കിൽ മോളെ വാ കഴിക്കി, അത്ര ബിഗ് ഫൈറ്റിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും പറഞ്ഞ മനുഷ്യനെ അടിച്ചത്. അടിച്ചിട്ടുണ്ട്. ഓ